ഒരു ജീവിതത്തിൽ ഒന്നുമാകാത്ത ഒരു വ്യക്തിക്ക് എന്തുമായി തീരാം എന്ന് എന്നെ പഠിപ്പിച്ച റോൾ മോഡൽ ഷെഫ് പിള്ള എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. കൊക്കിലൊതുങ്ങാത്തവർ ഇതൊരിക്കലും എടുക്കാൻ നിൽക്കരുത്. നിങ്ങൾ നിൻ്റെ മകനെ കൊണ്ട് ആകാൻ പറ്റുന്ന ആക്കാൻ നോക്കുക. വല്ല കൂലിപ്പണിക്കോ ഓട്ടോ ഓടിക്കാനോ കൊണ്ടുവിടണം. അല്ലാണ്ട് നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത സ്വപ്നം കാണുമല്ല ചെയ്യേണ്ടത്. അപ്പം ഒരുപാട് പേരുടെ മുമ്പിൽ നിന്നാണ് എൻ്റെ അമ്മയോട് അത് പറയുന്നത്. എന്നോട് പറഞ്ഞു നീ ഇനി കുക്ക് ചെയ്യരുതെന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഷെഫ് ഞാൻ ചോദിച്ചു ഞാൻ കുക്കല്ലാണ്ട് എന്ത് ചെയ്യും, ഞാനത് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. എന്നോട് പറഞ്ഞു അതല്ല, നീ പ്രൊജക്റ്റ് ചെയ്യണം. 3 മണി മുതൽ രാവിലെ 5 മണിക്കുള്ളിലാണ് ഞാൻ ഈ റീൽസ് ചെയ്യുന്നത്. ഈ 6 മണി മുതൽ രാവിലെ 9:30 വരെയാണ് ഞാൻ ഉറങ്ങുക. ഹലോ സിജോ, ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടിട്ടാണ്. ജീവിതത്തിനോട് പൊരുതുന്നവനെ ജീവിതത്തിൽ ജയിക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ രാപ്പകലില്ലാതെ പൊരുതി നേട്ടങ്ങൾ നേടി സ്വപ്നങ്ങളെ സ്വന്തമാക്കിയിട്ടുള്ള ആളാണ് സിജോ ചന്ദ്രൻ. ഇന്ന് ക്ലബ് FM-ൽ അഹനയോടൊപ്പം ഉള്ളത് ഷെഫ് സിജോ. നമസ്കാരം സിജോ. നമസ്കാരം. സിജോന് എങ്ങനെയായിരിക്കും, സിജോൻ്റെ ഒരു എന്താ പറയുക ഇൻട്രോ പറയാനായിട്ട് പറയുകയാണെങ്കിൽ സ്വയം എങ്ങനെയായിരിക്കും പറയാം? അതായത് ആ ഒരു ഡെസിഗ്നേഷനും കാര്യങ്ങളൊക്കെ അല്ലേ? ഞാൻ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നത് ഷെഫ് പിള്ളേനെ, എല്ലാവർക്കും അറിയാവുന്ന ഷെഫ് പിള്ളയുടെ RCP ഹോസ്പിറ്റാലിറ്റിയുടെ ഡയറക്ടർ ഓഫ് കലിനറി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കലിനറി എന്ന് പറയുമ്പം അറിയാമല്ലോ, അത് ഷെഫുമാരുടെ എല്ലാം കംപ്ലീറ്റ് ഹെഡ് ചെയ്യുന്നത് ഞാനാണ്. പ്ലസ് ഷെഫിൻ്റെ വേൾഡ് വൈഡുള്ള എല്ലാ പ്രോപ്പർട്ടീസും പ്രൊജക്റ്റ് കൺട്രോൾ ചെയ്യുന്നത് ഞാനാണ്. അത് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ? പിന്നെ ഉറപ്പായിട്ടും ഒരു പ്രൗഡല്ലേ അങ്ങനെ പറയുന്ന സമയത്ത്? അതെ, അത് നമുക്ക് കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ കാണാത്ത ഒരു സ്വപ്നം കാണാത്ത ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നത് പോലെയാണ്. കാരണം ഞാനൊന്നും ഒരിക്കലും ഈ ഒരു ലെവല് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അതായത് വരയ്ക്കുമായിരുന്നു അത്യാവശ്യം, അതുകൊണ്ട് തന്നെ ഒരു ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ആ ഒരു ലെവലിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആയത് ഷെഫായിട്ടാണ്. അതെ, അത് ഒരു ആക്സിഡൻ്റലി സംഭവിച്ചാണ്. കാരണം ഞാൻ ചെറുപ്പത്തിൽ മുതൽ നന്നായിട്ട് ചിത്രം വരയ്ക്കുമായിരുന്നു. അപ്പം അതിനോടുള്ള ഒരു ആഗ്രഹം, പിന്നെ ഞാൻ കേട്ട ഒരു നല്ല ജോബ് ഡോക്ടറോ പൈലറ്റോ നമുക്കാകാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് നമുക്ക് പിന്നെ ആകുന്നതല്ലേ ആഗ്രഹിക്കാൻ പറ്റുക. അപ്പം ആ റൂട്ടിൽ നോക്കുമ്പോൾ ഞാൻ വരയ്ക്കുമായതുകൊണ്ട് എനിക്ക് ഫാഷൻ ഡിസൈനിങ് ആണ് എനിക്ക് ഏറ്റവും നന്നായി ചേരുന്നതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ അതിൻ്റെ ശരിക്കുള്ള റിയാലിറ്റിയിലോട്ട് എത്തിക്കഴിഞ്ഞപ്പം അതും ഞാനും തമ്മിൽ വളരെയധികം ദൂരമുണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. കാരണം അതിൻ്റെ ഒരു ഫീസായിട്ട് വരുന്നത് 1.5 ലക്ഷം രൂപയാണ്. അതെനിക്കൊരു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എൻ്റെ ഫാമിലിക്കില്ലായിരുന്നു. കാരണം എൻ്റെ അച്ഛനും അമ്മയും ഒരു കൂലിപ്പണിക്കാരായിരുന്നതുകൊണ്ട് തന്നെ അവർക്കതൊരിക്കലും പേ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്ക് കിട്ടിയിരുന്ന ഒരു 60 രൂപ എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛന് ഒരു 120 രൂപ ഒക്കെ കൂലിയുള്ള സമയത്താണ് ഞങ്ങളിത് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ അനിയൻ്റെ കിഡ്നി ഫെയിലിയറായിട്ട് ഞങ്ങൾക്കൊരു വലിയ ബാധ്യത വരികയും ബാങ്കിൻ്റെ ലോണ് കാര്യങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പം ആ സമയത്ത് ഒരു ഫാഷൻ ഡിസൈനർ ആകൽ ഞാൻ അന്നുകൊണ്ട് ഉപേക്ഷിച്ചൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഷെഫ് ആയതിന് ശേഷം ആ ഒരു ഉള്ളിലുള്ള ആ ഒരു ഫാഷൻ ഡിസൈനർ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് ചാടാറുണ്ട്. കാരണം ഇൻസ്റ്റയിലുള്ള വീഡിയോയിൽ എന്ത് രസത്തിലാണ് നിങ്ങൾ ഫുഡ് പ്രസൻറ്റ് ചെയ്യുന്നത്, കാണാൻ തന്നെ എന്തൊരു ഭംഗി. അതിനെ പറ്റിയിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന ക്രിയേറ്റിവിറ്റി വളരെ ഭംഗി, എന്തൊരു കളേഴ്സിനെയൊക്കെ വളരെ മാച്ചിങ് ആയിട്ടും പിന്നെ അതിനെ പ്രസൻറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളാണെങ്കിലും കാണാൻ ഭയങ്കര അഴകായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാത്തിനെയും വളരെ ഭംഗിയായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിലോട് കൂടിയാണ് ഞാൻ നോക്കിക്കാണുക അതെങ്ങനെ മറ്റൊരാൾക്ക്, കാരണം കണ്ണാണല്ലോ ഏറ്റവും ആദ്യമായിട്ട് ഒരാളിലേക്ക് എന്തിലേക്ക് നമ്മൾ അടുപ്പിക്കുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ബാക്കിയുള്ള ഏത് ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കാമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അപ്പം ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ മാക്സിമം എഫേർട്ട് അതിൽ ഇടാറുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ കാഴ്ചയിൽ കണ്ടിഷ്ടപ്പെട്ട ജോലി ഏതായിരുന്നു? അതായത് ഇന്നതിലേക്കാണ് ഞാൻ പോകേണ്ടത്, അതിനെനിക്ക് ഇന്ന സ്ഥലത്ത് എത്തണം, ആദ്യം അവിടുന്ന് എനിക്ക് ബാക്കിയുള്ളത് തുടങ്ങാൻ പറ്റുള്ളൂ. അങ്ങനൊരു തോന്നൽ എന്ത് കണ്ടപ്പോഴായിരുന്നു, എപ്പം തൊട്ടിട്ടായിരുന്നു? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒന്നിനെയും കണ്ടിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ ഒരു ജോബിനെ നോക്കിക്കാണാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നിന്നല്ല ഞാൻ വന്നത്. കാരണം എനിക്ക് ഒരു നേരം മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള ലെവലിലേക്ക് എൻ്റെ അമ്മയ്ക്കോ അച്ഛനോ തരാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയൊന്നും ഞങ്ങൾക്കൊരു നല്ലൊരു ഡ്രസ്സ് ഇടാനുള്ള അവസ്ഥയിലോ ഇല്ലാതിരുന്നൊരു കാലത്ത് ഒരു ജോബിലേക്ക് നോക്കിക്കണ്ടിട്ട്, കാരണം എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസക്കൂലിക്കാരനാകരുത് എന്നുള്ള ആഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പം പിന്നെ ഏത് ജോബും നമ്മളെ നല്ലൊരു പ്രൊഫൈൽ തരുന്നതിലേക്ക് എത്തിച്ചേരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു.
അങ്ങനെ ആക്സിഡൻറ്റിൽ എത്തിച്ചേർന്നൊരു ജോബാണ് ഈ ഷെഫ് എന്ന് പറയുന്ന ജോബ്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ദിവസക്കൂലിക്കാരനാവാനായിട്ട് സമ്മതിക്കാത്ത മെയിൻ വ്യക്തി എന്ന് പറയുന്നത് അമ്മയായിരിക്കും അല്ലേ? അതെ, കാരണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ഇൻസൾട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവമാണ്. കാരണം എൻ്റെ അമ്മ അച്ഛനും കൂലിപ്പണിക്കാരായിരുന്നു. അപ്പം ഞങ്ങളെ ഒരു നല്ല നിലയിൽ പഠിപ്പിച്ചെത്തിക്കണമെന്ന് അവർ ഓരോ നിമിഷവും ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി അവർ ഭയങ്കരധികം കഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പം ഞങ്ങൾക്ക് ഒരു വിദ്യാഭ്യാസ ലോൺ എടുക്കാൻ വേണ്ടി ഒരു ബാങ്കിൽ ചെല്ലുന്നു. അങ്ങനെ ഒരുപാട് ഇതിന്റെ തന്നെ പഠിക്കാനായിട്ട് ഞങ്ങൾ ഹോട്ടൽ മാനേജ്മെൻറ്റ്, കാരണം ഫാഷൻ ഡിസൈനിങ് ആ വലിയൊരു, കാരണം ഞങ്ങൾ ഒരുപാട് നടന്നിട്ട് അതിന് എല്ലായിടത്തും ചെല്ലുമ്പോൾ 1.5 ലക്ഷം 2 ലക്ഷമാണ് ഇത് പറഞ്ഞത്. അപ്പം ഞങ്ങൾക്ക് അതൊരിക്കലും സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു എമൗണ്ട് ആയതുകൊണ്ട് പിന്നെ നമ്മൾ നോക്കിയത് ഒരു വിദ്യാഭ്യാസ ലോൺ എടുക്കാം. അപ്പം ഞങ്ങളൊരു ബാങ്കിനെ അപ്രോച്ച് ചെയ്തു. അങ്ങനെ പലതവണ ആ ബാങ്കിൽ അവർ ഓരോ തവണ ചെല്ലുമ്പോൾ എൻ്റെ അമ്മയോട് പറയും അടുത്ത പേപ്പറും കൊണ്ടുപോകാം. പക്ഷേ നമ്മളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പിക്കും. തീർച്ചയായിട്ടും അവരിൽ അത് എന്ത് ആനന്ദമാണ് അവർ കണ്ടെത്തുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആ ഒരു എന്താ പറയുക, ഒരു 8 കിലോമീറ്ററോളം ഞങ്ങൾക്ക് നടക്കണം ആ ബാങ്കിലോട്ട് എത്താൻ വേണ്ടി. അപ്പോൾ എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ നടത്തിക്കും. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് വരെ പണിയെടുത്ത് കഴിഞ്ഞിട്ടാണ് ഈ അമ്മ വരുന്നത്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ചെരുപ്പിടാനൊന്നുമില്ല. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ രണ്ടുപേരും ഈ ഉച്ച കഴിയുമ്പോൾ പോവും. അങ്ങനെ ലാസ്റ്റ് അവിടെ വെച്ചിട്ട് ആ ബാങ്ക് മാനേജർ ഭയങ്കര ഇതായിട്ട് ഷൗട്ട് ചെയ്യും എൻ്റെ അമ്മേനെ. അത് പറയുന്നു അതായത് ലാസ്റ്റ് അവർ പറഞ്ഞു ഞങ്ങൾക്ക് വിദ്യാഭ്യാസ ലോൺ തരാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു അതെന്താ? അപ്പോൾ പുള്ളി എൻ്റെ അമ്മയോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെടുത്തിട്ടാണ് നിങ്ങൾ ഈ ലോൺ തിരിച്ചടയ്ക്കുക? കൊക്കിലൊതുങ്ങാത്തവർ ഇതൊരിക്കലും എടുക്കാൻ നിൽക്കരുത്. നിങ്ങൾ നിൻ്റെ മകനെ കൊണ്ട് ആകാൻ പറ്റുന്ന ആക്കാൻ നോക്കുക. വല്ല കൂലിപ്പണിക്കോ ഓട്ടോ ഓടിക്കാനോ കൊണ്ടുവിടണം. അല്ലാണ്ട് നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത സ്വപ്നം കാണുമല്ല ചെയ്യേണ്ടത്. അപ്പം ഒരുപാട് പേരുടെ മുമ്പിൽ നിന്നാണ് എൻ്റെ അമ്മയോട് അത് പറയുന്നത്. അപ്പം അത് എൻ്റെ അമ്മ അന്നേരം ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട്, അത് എൻ്റെ അമ്മ ആദ്യമായിട്ട് വളരെ ഏങ്ങലടിച്ച് കരയുന്ന ആദ്യമായിട്ട് കണ്ടത് ഞാൻ അന്ന് അവിടെ വെച്ചിട്ടാണ്. എന്നിട്ട് എൻ്റെ കയ്യെ പിടിച്ചിട്ട് അവിടുന്ന് ഇറങ്ങുമ്പം അവിടുന്ന് അവരോട് പറഞ്ഞിട്ട് ഇറങ്ങുന്നത്, ഇവന് എന്തായാലും ഒരു കൂലിപ്പണിക്കാരൻ ഞാൻ ആക്കൂല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ എന്നെ കയ്യെ പിടിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ നടക്കുന്നത്. അത്ര വേഗത്തിൽ എൻ്റെ അമ്മ നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്നു വെച്ചാൽ ആ കരഞ്ഞുകൊണ്ട് നടക്കുന്ന റോട്ടിലുള്ളവർ കാണുമ്പം ഉള്ള വേറൊരു അപമാനമുണ്ട്. അത് കാണാണ്ടിരിക്കാൻ വേണ്ടി എൻ്റെ അമ്മ എന്നെ കയ്യെ പിടിച്ചുകൊണ്ട് വളരെ വേഗത്തിലാണ് നടക്കുന്നത്. അപ്പം ഈ അടുത്ത കാലത്ത് എന്നോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ ആ ബാങ്ക് മാനേജറെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ആ ബാങ്ക് മാനേജറെ ഓർക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മ കരയുന്നത് മാത്രമേ ഞാനവിടെ കണ്ടിട്ടുള്ളൂ. അതിന് ചുറ്റാരും നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവിടുന്ന് പിന്നെയുള്ള ആഗ്രഹമാണ് എന്ത് കാണിച്ചാലും ഒരു ജോബിൽ എത്തണം, അത് മേടിക്കുന്നത് നല്ലൊരു ശമ്പളമായിരിക്കണം. പിന്നെ എൻ്റെ അമ്മയ്ക്ക് എന്നെക്കുറിച്ച് അഭിമാനമായിട്ട് എനിക്കും എൻ്റെ അനിയനും പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനത്തോടെ പറഞ്ഞു നിൽക്കാൻ പറ്റുന്നൊരു ദിവസം വരണം. നല്ല ഡ്രസ്സ് ഇടിക്ക് കൊടുക്കാൻ പറ്റണം, നല്ല വണ്ടിയിൽ കൊണ്ടുപോകണം. ഈ ആഗ്രഹങ്ങളാണ് ഇതിലോട്ട്. ആഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞാൽ മനസ്സ് അല്ലേ, അല്ലെങ്കിൽ ഇന്നതിലേക്ക് എത്തണം, അതാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അതിലേക്കുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പോഴും ക്ലിയർ ആയിരുന്നില്ല അല്ലേ? ഇല്ലില്ല, അതിലോട്ട് എത്തുന്നതിന് എനിക്ക് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഞാനും കരഞ്ഞു, എൻ്റെ അമ്മയൊക്കെ ഒരുപാട് കരഞ്ഞു. എന്നിട്ട് എനിക്ക് അതാണ് പറയുന്നത്, നമ്മൾ നിമിത്തം അത് എവിടെ നിന്ന് വരുന്നത് നമുക്ക് ഒരിക്കലും പറയാം. ചിലർ പറയാം എനിക്ക് ആ വഴികളില്ല, എനിക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ എനിക്ക് മാർഗ്ഗങ്ങളില്ല എന്ന് പറയും. പക്ഷേ ശരിക്കും മാർഗ്ഗങ്ങൾ നമ്മൾ നടക്കുമ്പോൾ തനിയെ നമ്മുടെ മുമ്പിലോ കാണുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും മാർഗ്ഗങ്ങൾ ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത്രയും നാൾ കൊണ്ട്. അപ്പോൾ എനിക്ക് വന്ന ഒരു പൊതിഞ്ഞു കൊണ്ടുവന്നൊരു പത്രപേപ്പറിൽ ഒരു ചെറിയൊരു പീസുണ്ട്. ആ പീസിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, കുറഞ്ഞ ചിലവിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാം. അതുവരെ ഈ സാധനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല, ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം. അപ്പം അതിൻ്റെ അകത്ത് എനിക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. എന്നെ ചെയ്തത് ആ കുറഞ്ഞ ചിലവിൽ എന്നുള്ള ഇതാണ് മാത്രമാണ്. ഞാനത് എടുത്തുകൊണ്ട് എൻ്റെ അമ്മയുടെ അടുത്ത് ഓടി ചെന്നിട്ട് പറയുന്നുണ്ട്, അമ്മ നമുക്ക് കുറഞ്ഞ ചിലവിൽ പഠിക്കാമെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് തപ്പി ഇറങ്ങുന്നത്. അവിടെ നിന്നാണ് ഞങ്ങൾ വീണ്ടും ഞാനും അച്ഛനും കൂടെ ഈ കാര്യം ഇത് തപ്പി ഇറങ്ങി. പക്ഷേ അവിടെ ചെല്ലുന്നിടത്തല്ല ഇതേ സെയിം അവസ്ഥ, 1 ലക്ഷം 2 ലക്ഷം അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ അത് നിർത്തി. അങ്ങനെ ഇരിക്കുമ്പം എനിക്ക് പിന്നെ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായി തുടങ്ങി. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടാവും അല്ലേ അപ്പോഴത്തേക്കും? അതെ, കാരണം എന്താ വെച്ചാൽ അമ്മ പറഞ്ഞു നമുക്ക് തിരിച്ച് ഓട്ടോ, കാരണം എല്ലാ വഴികളും അടഞ്ഞു, കാരണം ലോൺ നടക്കുന്നില്ല. പിന്നെ അവർക്ക് കൂലിപ്പണി ചെയ്തിട്ട് എന്തായാലും ഈ ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഒരു മാസം കൊണ്ടൊന്നും. അപ്പം എന്നോട് പറഞ്ഞു നമുക്കൊരു ഓട്ടോ മേടിക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ച് ഓട്ടോ ഓടിക്കാൻ വേണ്ടി തന്നെ ചെയ്യാം, അല്ലാണ്ട് പറ്റുമെന്ന്. കാരണം ഒരാൾക്ക് ഒരു പ്രയത്നിക്കുന്നതിനൊരു പരിധിയുണ്ട്. കാരണം എൻ്റെ അമ്മയെ അന്ന് ബാങ്കിൽ വെച്ചത് അങ്ങനെ പറഞ്ഞെങ്കിലും അതിലോട്ട് എത്തിച്ചേരാനുള്ള പല മാർഗ്ഗങ്ങളും ഇല്ല. അങ്ങനെയാണ് അത്. പക്ഷേ എനിക്ക് വീണ്ടും ആഗ്രഹം തുടങ്ങി, എനിക്ക് എന്തെങ്കിലും പഠിച്ചേ പറ്റൂ, ഒരു ജോലി മേടിച്ചേ പറ്റുള്ളൂ. അങ്ങനെ എൻ്റെ അച്ഛൻ ഒരു രാത്രി പറയാണ് നമുക്കൊരു പണി ചെയ്യാം. ഭയങ്കര പോസിറ്റീവായ മനുഷ്യനാണ് എൻ്റെ അച്ഛൻ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് കാർഷിക കടം കയറിയിട്ട് ഞങ്ങളുടെ ജപ്തിയാകാറായി, കാരണം ഈ ഓപ്പറേഷനൊക്കെ വേണ്ടി പൈസ എടുത്തിട്ട്. ആ ജപ്തി നടക്കാൻ ഇനി കുറച്ച് ദിവസം മാത്രം ബാക്കിയുള്ളൂ. അപ്പം എൻ്റെ അമ്മ അച്ഛനോട് പറഞ്ഞു നമുക്കൊരു വിഷം കഴിച്ച് മരിക്കാം, കാരണം നാട്ടിൽ ഭയങ്കര മാനക്കേടല്ലേ എല്ലാവരുടെയും മുമ്പിൽ ഇതെന്ന്.
അന്നേരം എൻ്റെ അച്ഛൻ പറഞ്ഞു, എടി നീ പേടി, നമുക്ക് എന്തെങ്കിലും നടക്കും, അത് ഒഴിവാകുമെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്താണ് നമ്മുടെ വാജ്പേയി മറ്റേ ഇത് കാർഷിക കട എഴുതി തള്ളുന്നത്. അതായത് പുള്ളിക്ക് എഴുതി തള്ളുന്നൊന്നും അറിയത്തില്ല, പക്ഷെ അതാണ് എന്താ പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത്. അത് സംഭവിക്കും, ആ പുള്ളിക്ക് ഭയങ്കര വിശ്വാസമാണ്. അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞു നമുക്ക് കൊച്ചിക്ക് വരാം, ഈ കൊച്ചിയിലോട്ട് വരാമെന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലെത്തി. കണ്ണൂരായിരുന്നു ഇതൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ കണ്ണൂർ തന്നെ. അവിടുന്ന് കൊച്ചിയിലെത്തി. കൊച്ചി സെയിം ഞങ്ങൾ നടന്ന് ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു, കയറി ഇറങ്ങി. പക്ഷേ ഇതെല്ലായിടത്തും ഇതേ അവസ്ഥ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ പ്രയത്നം ഉപേക്ഷിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് അച്ഛൻ്റെ അനിയൻ്റെ വീടുണ്ട് ഇവിടെ മറ്റേ നെല്ലാടെന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ പോകുന്ന വഴിക്ക് ആ വീട്ടിലേക്ക്, അതാണ് അടുത്ത ഓരോ സ്ഥലത്തും എനിക്ക് കറക്റ്റായിട്ടൊരു ഒരു ദൈവത്തെ പോലെ ഒരാൾ വന്നിട്ടുണ്ട്. ആ ദൈവം പക്ഷേ മനുഷ്യനാണ് ഇപ്പോഴും. ഓക്കെ, അന്നേരം അവിടെ ഒരാളെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 2 സൈഡ് വെട്ടി ഇറങ്ങി ഒരു വഴിയുടെ സെൻറ്ററിൽ കൂടെ നടന്നു പോകുമ്പം ഒരു ചേച്ചി ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ കുറേ ദൂരത്തിൽ നിന്ന് ആ ചേച്ചിക്ക് ഞങ്ങളെ കാണാം. അപ്പം അതവിടെ നിന്നു, ആ തുണി അലക്കിയിട്ട് വരുന്നത് അതവിടെ നിന്നു. എന്നിട്ട് ഞങ്ങൾ അടുത്തെത്തിയപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതൊക്കെ ചോദിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഈ വീട്ടിൽ പോവുകയാണ്. അപ്പം ആ ചേച്ചി വെയിറ്റ് ചെയ്തത് ആ ചേച്ചിയുടെ അനിയന് ഒരു കുറച്ച് ദിവസങ്ങൾ മുമ്പ് മരിച്ചുപോയി. അപ്പോൾ ഞാൻ നടന്നു വരുന്നത് കണ്ടിട്ട് ഏകദേശം ഒരു രൂപസാമ്യം തോന്നിയതുകൊണ്ടാണ് ആ നിൽക്കുന്നത്. എന്നിട്ട് പുള്ളിക്കാരുടെ ആ അനിയൻ പഠിച്ചത് ഹോട്ടൽ മാനേജ്മെൻ്റ് ആയിരുന്നു. അപ്പം എന്നോട് പറയുന്നു തൊടുപുഴയിലൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമുണ്ട്, 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാന്ന് പറയുന്നത്. ജീവിതത്തിൽ എന്താ പറയാ, ഇന്നും ഞാൻ ആ ചേച്ചീനെ ശരിക്കും പറഞ്ഞാൽ മാലാഖയായിട്ടാണോ ദൈവമായിട്ടാണോ കാണുന്നത്. പേര് ഞാൻ ഇടയ്ക്ക് പോകുമ്പം കാണാം. എനിക്കൊരു ബാഡ് ആയത് എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് നെയിം നമ്പേഴ്സ് ഞാൻ വളരെ വേഗത്തിൽ മറന്നു പോകുന്നില്ല. പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക്. പിന്നെ ആ ചേച്ചി എനിക്കറിയാം, വീടൊക്കെ അറിയാം, ഞാൻ പോകുമ്പോൾ കാണാറുണ്ട് ആ വീട്ടിലോട്ട് പോകുമ്പോൾ. കാരണം ഞാൻ ഇടയ്ക്ക് അവരോട് പറയാറുണ്ട് എൻ്റെ ജീവിതം മാറ്റിമറിച്ച ആളാണ് എന്ന്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ആകെ കിട്ടുന്നത് ഞങ്ങൾക്കത് പഠിക്കാൻ പോകാനുള്ള 10,000 രൂപയും ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഞങ്ങൾ ചെറുപ്പം വരെ 4ാം ക്ലാസ് മുതൽ എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് പേപ്പർ ബോയ് ആയിട്ടാണ്. അപ്പോൾ 4ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ ഞങ്ങളുടെ നാട്ടിലെ ന്യൂസ് പേപ്പർ ഇടുന്നുണ്ട്, പത്രം ഇടുന്നുണ്ട്. അപ്പോൾ ആ പത്രം ഇടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാതൃഭൂമി പത്രമാണ്. അപ്പം എന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പം അന്ന് ഞാൻ സ്വപ്നം കണ്ടാണ്. അതാണ് കാണുന്നത്, നമ്മൾ കാണുന്ന ആഗ്രഹിക്കുന്നതും നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ സംഭവിക്കും. അത് എന്താ പറയുക, ഒരു ബോണസ് കിട്ടുന്ന പോലെയാണ്. അപ്പം ഈ യാത്രയിൽ തന്നെ അന്ന് ഞാൻ കാണാം, ഇന്ന് എനിക്കറിയില്ല മാതൃഭൂമിക്ക് അതുകൊണ്ട് വന്നൊരു സൺഡേ ഒരു ആഴ്ചപ്പതിപ്പ് എന്ന് പറഞ്ഞൊരു സപ്ലിമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കാണാം ഓരോ ദിവസങ്ങൾ ഓരോരോ ആൾക്കാരുടെ വിജയത്തിൻ്റെ ഇതൊക്കെ ആയിട്ട് വരും. അപ്പം നമ്മൾ ഇതിൽ എൻ്റെ വിശ്വാസം ലോകത്തിലെ 90% ആൾക്കാരും നമ്മൾ ഇരിക്കുന്ന ലെവലിൽ നിന്ന് നമുക്ക് നടക്കില്ല എന്ന് കരുതുന്ന കുറേ സ്വപ്നങ്ങൾ നമ്മൾ യാത്ര ചെയ്യുമ്പം കാണും, ഇല്ലേ? അന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ പറയുന്ന പത്രത്തിലൊക്കെ എൻ്റെ പേര് വരുന്നത്. എന്തിന് വരുമെന്നൊന്നും നമുക്കറിയില്ല, പക്ഷേ അങ്ങനെ വരുന്നൊരു പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഈ അടുത്ത കാലത്ത് അതേ മാതൃഭൂമിയുടെ തന്നെ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും എനിക്ക് വരാൻ പറ്റി. അപ്പോൾ അതെല്ലാം ഒരു സൈഡിൽ കൂടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ നമ്മൾ തൊടുപുഴയിൽ അവിടെ ജോയിൻ ചെയ്തു. അവിടെ നിന്നാണ് പിന്നെ എല്ലാത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്, അല്ലേ? ഹോട്ടൽ മാനേജ്മെൻറ്റ് പറയുന്നത്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളില്ല അവിടെ. അപ്പം എനിക്ക് ഫുഡില്ല. കാരണം വെച്ചാൽ ഇതിന് രണ്ടിനും എൻ്റെ അടുത്ത് പൈസ ഇല്ല. കാരണം വീട്ടിൽ നിന്ന് ചോദിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായൊരു കാര്യമാണ്. അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും ആദ്യത്തെ ഇതെന്നു വെച്ചാൽ എനിക്ക് ഈവനിങ് 4 to മോർണിംഗ് 8 ഒരു ടൈമുണ്ട്. ആ ടൈമിൽ ഒരൊറ്റ ഷൂട്ടിൽ എനിക്ക് എങ്ങനെ ഫുഡ് അക്കോമഡേഷൻ, ഇതാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ ആലോചന. അപ്പം തൊടുപുഴ ടൗണിൽ മങ്ങാട്ടുകാല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു കടയുണ്ട്, കുഞ്ഞിക്കട, ഒരു ബെഞ്ച് ഇതൊക്കെയുള്ള അവിടുത്തെ ഒരു ഹോട്ടലാണ്. ആ ഹോട്ടലിൽ തന്നെ ഞാൻ ചേട്ടനോട് ചോദിച്ചാൽ എനിക്ക് ഇങ്ങനെ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, എനിക്കൊരു ചെറിയ ജോലി തരാമെന്ന് ചോദിച്ചു. അങ്ങനെ ആ പുള്ളി എനിക്കൊരു ജോലി തരുന്നു. ആ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി അവിടുത്തെ ഷെഫ് എല്ലാം ഷെഫ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പാചകം ഉണ്ടാക്കുന്ന ഒരാളേ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇത് പാത്രം മൊത്തം കഴിയണം. അത് പുള്ളിനെ കൊണ്ട് പറ്റില്ല, കാരണം ലോങ് ഇതായത്. അപ്പോൾ പുള്ളിനോട് പറഞ്ഞു ഇവിടുത്തെ മൊത്തം പാത്രം വൈകുന്നേരം വന്ന് കഴുകി തന്നാൽ മതി. അപ്പോൾ എന്നു ചോദിച്ചാൽ അവർ നമുക്ക് ഫുഡും തരും. ആ ഹോട്ടലിനുള്ളിൽ നമുക്ക് തന്നെ ബെഡ് ഡെസ്ക് എല്ലാം കൊണ്ട് അടുപ്പിച്ചിട്ട് നമുക്ക് അവിടെ കിടക്കാം. അപ്പം എനിക്ക് നോക്കുമ്പോൾ 2 കാര്യം ഒറ്റയടിക്ക് റെഡിയായി. അങ്ങനെ ഞാൻ അവിടെ എനിക്ക് താമസവും ഫുഡും അവിടെ നിന്ന് കിട്ടി. ഇത് കോളേജിൽ പിന്നെ അറിഞ്ഞോ നമ്മുടെ പയ്യൻ അവിടെ അങ്ങനെ ഒരു ഹോട്ടലിൽ പാത്രം കഴുകുകയാണ്, അവിടെയാണ് അങ്ങനെ ടീച്ചേഴ്സ് ആരെങ്കിലും പിന്നീട് അറിയാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്? അതെ, അവരൊരു ഏകദേശം കാരണം അത്രയും കോളേജ് അവിടെ നിന്ന് നോക്കിയാൽ കാണാം. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് മനസ്സിലായി ഞാൻ അങ്ങനെയാണ് പഠിക്കുന്നത്. അങ്ങനെ അവരെന്നെ എന്ത് കാണിച്ചു, ഫ്രൈഡേ ശരിക്കും പറഞ്ഞാൽ 10 to 4 ആണ് ക്ലാസ്. അവരെന്നെ ആ രാവിലെ ഒരു ഫ്രൈഡേ ആകുമ്പോൾ അവരെന്നെ പറയും സിജോ ഇറങ്ങിക്കോ. ആ ഇറങ്ങുന്ന എന്നതിനാ വെച്ചാൽ കോട്ടയത്ത് നിന്ന് കല്യാണങ്ങൾ നടക്കും. അപ്പോൾ കാറ്ററിങ്ങിന് പോകാനാണ്. അപ്പോൾ എനിക്കും ഒരു 3 ഫ്രണ്ട്സിന് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണുള്ളത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ വിടും. ഞങ്ങൾക്ക് മൺഡേ
ആഫ്റ്റർനൂൺ ആകുമ്പത്തേനും തിരിച്ചെത്തിയാൽ മതി. അപ്പോൾ അത്രയും ടൈം ഞങ്ങൾക്ക് പണിയെടുക്കാനുള്ള അവസരം ആ ടീച്ചർമാരാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നെ. അങ്ങനെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി, ഞാൻ സർവീസിന് എൻ്റെ ഒരു കോഴ്സാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് അന്നത്തെ എൻ്റെ ഒരു ലുക്കും മട്ടും കാരണം എനിക്കത് ചേരില്ല എന്ന് എനിക്ക് തന്നെ ബോധ്യം വന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് സെക്കൻഡ് ഇയർ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്, അത് കുക്കിങ്. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെ അഡ്മിഷൻ മേടിച്ചു തരാം എന്ന് പറഞ്ഞു അവിടെ തന്നെ. അങ്ങനെ ഞാൻ പുതിയ 2 ജോബ് കൂടെ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ഇവിടെയുള്ള ഈ കൊച്ചിക്കാർക്കറിയാം, ഇവിടെ തിരുവൈരാണിക്കുളം എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. അത് വർഷത്തിൽ 12 ദിവസമേ നട തുറക്കത്തുള്ളൂ. ആ 24 മണിക്കൂർ സെക്യൂരിറ്റി നിൽക്കണം അവിടെ. അപ്പം ഞങ്ങൾ ആ ജോലിക്ക് വരും. അതായത് ഇവിടെ തിരുവൈരാണിക്കുളത്ത് അവിടുത്തെ ദേവിയുടെ നടയുണ്ട്. ഇവിടുന്ന് ഒരുപാട് പേര് എന്താ പറയുക, സ്ത്രീകളുടെ ശബരിമല എന്നാണ് അതിന് അറിയപ്പെടുന്നത്. അവിടെ ആൾക്കാർ 1-2 ദിവസം പോയി ക്യൂ നിന്നിട്ടാണ് അതിന് തൊഴുക. ഞാൻ ആ ദേവിയുടെ മുമ്പിൽ സെക്യൂരിറ്റിയാണ്, എനിക്ക് എല്ലാ ദിവസവും കാണാം. അത് കഴിഞ്ഞിട്ട് മലയാറ്റൂർ പോയിട്ടുള്ളവർക്കറിയാം, മലയാറ്റൂർ പള്ളിയുടെ അടുത്ത് പൊന്നുംകുരിശ്, അതിൻ്റെ നൈറ്റ് ഞാൻ സെക്യൂരിറ്റിയാണ് ആ പൊന്നുംകുരിശിൻ്റെ. അപ്പം അവിടെ കിടക്കുമ്പോഴാണ് ഞാൻ ഈ മലയാറ്റൂർ ആ പൊന്നുംകുരിശ് കണ്ടിട്ടുള്ളവർക്ക് അത് കയറിപ്പോകാനേ ഭയങ്കര പാടാണ്. അപ്പം ഞങ്ങളെന്നും വൈകുന്നേരം നടന്നു കയറണം. അപ്പോൾ അതിൻ്റെ അടുത്ത് റൈറ്റ് സൈഡിൽ ഒരു ഇതുണ്ട്, ഒരു ചെറിയൊരു പാത്തിയുണ്ട്. ഇപ്പോൾ ചെല്ലുമ്പോൾ കാണാം ഒരു കല്ല് പൊട്ടിയേക്കുന്ന ഒരു അതിനുള്ളിൽ ഒരാൾക്ക് കിടക്കാം. അപ്പം ആ കാൽപാദത്തിൻ്റെ അടുത്ത്. അപ്പം ഞാൻ അതിലിങ്ങനെ ഒരു തോർത്ത് വിരിച്ചിട്ടാണ് കിടക്കുക. കാരണം രാത്രി ആ കുരിശിൻ്റെ തൊട്ടടുത്ത്, കുരിശൊന്നും ആരും കൊണ്ടുപോകില്ല, പക്ഷേ അവർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് ആണ് അവിടെ ഞങ്ങൾ നിർത്തിയേക്കുന്നത്. അപ്പം അവിടെ കിടന്നിട്ട് നോക്കിയാൽ കാണാം നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഫ്ലൈറ്റ് ഇറങ്ങുന്നതും പൊങ്ങുന്നത്. അത് പൊങ്ങിയിട്ട് നേരെ പോകുന്ന ക്രോസ് ചെയ്ത് പോയി ഇതിൻ്റെ മേലെ കൂടെയാണ്. അപ്പം ഞാൻ അവിടെ കിടന്നിട്ട് ആലോചിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവമേ എനിക്ക് എന്നാണ് ഒരു ദിവസം ഇതിൽ കയറാൻ പറ്റുക. അത് കാലങ്ങൾക്ക് ശേഷം എനിക്ക് വന്ന് ഒരുപാട് ദൈവങ്ങളുടെ സ്ഥലത്തോടെ ഞാൻ നിന്നിട്ടുള്ളതുകൊണ്ടായിരുന്നു സപ്പോർട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. ആൻഡ് എനിക്ക് തോന്നുന്നു പത്രം ഇടാൻ വേണ്ടി പോയി, സെക്യൂരിറ്റി ആയി നിന്നു, പിന്നെ കാറ്ററിങ്ങിന് പോയി, എന്തെല്ലാം പണി ശരിക്കും ഈ ഒരു വയസ്സിൻ്റെ ഇടയിൽ എന്തെല്ലാം പണി ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന സ്മഗ്ലിംഗ് ഒഴികെ ബാക്കി ഒരുവിധപ്പെട്ട എല്ലാ പണികളും ഞാൻ ചെയ്തിട്ടുണ്ട്. സത്യമായിട്ടും ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളുടെ നാട്ടിലെ ഈ കപ്പയ്ക്ക് ഇതെടുക്കുക, തടമെടുക്കുക, ഞങ്ങളുടെ നാട്ടിലെ എല്ലാ തെങ്ങിൻ്റെ കവുങ്ങിൻ്റെ ഒക്കെ അതെല്ലാം നമ്മൾ ഇങ്ങോട്ട് വീട്ടുകാരോട് പറയും, ഞങ്ങൾ ഒരു 7 പേരടങ്ങുന്ന ഒരു കൂട്ടുകാരാണ്. ഞങ്ങൾ പറയും ഞങ്ങൾക്ക് തന്നേരം ഞങ്ങൾ ചെയ്തോളാം. പിന്നെ ഈ ചാണകം കോരി ലോഡ് ചെയ്ത് പോവുക, പിന്നെ മരത്തിൻ്റെ പണി, അങ്ങനെ ഞങ്ങൾ ചെയ്യാത്ത പണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ഞാൻ ഇവിടെ ജോലി ചെയ്യുമ്പം US ജോലി ചെയ്യുമ്പോൾ ഇന്നും ആർക്കും അറിയത്തില്ലാത്ത കാര്യമാണ്. ഞാൻ US പോയി വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പൈസയ്ക്ക് എന്നും എത്ര കിട്ടിക്കഴിയുമ്പോഴും നമുക്ക് അതിൻ്റെ ആവശ്യങ്ങൾ കൂടി വരും. അപ്പോൾ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹോട്ടലിൻ്റെ ഈ ക്ലീനിങ്ങിൻ്റെ ഈ ഫ്ലോർ വൈപ്പിങ്ങിൻ്റെ ഇതിന് പോകും. അപ്പോൾ അതിന് നമുക്ക് അഡീഷണൽ ഇൻകം ആണ്, ക്ലോസ് ചെയ്യുന്ന ആ ഒരു പരിപാടിക്ക്. അതെ, അതിനെല്ലാം പോകും. അങ്ങനെ ഞാൻ ചെയ്യാത്തത് ആയിട്ട് ഒരുവിധപ്പെട്ട ഒരു പണികളും ബാക്കിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ സ്കൈലൈൻ ബിൽഡിങ്ങിൻ്റെ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ. ആ പെയിൻറ്റിങ് കാരണം ആ പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയർ പഠിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ കൊച്ചിയിലാണ് പെയിൻറ്റിങ്ങിൻ്റെ പണി, മദർ ഹോംസിൻ്റെ, സ്കൈലൈൻ ബിൽഡിങ്ങിൻ്റെ, അതിൻ്റെ എല്ലാം പെയിൻറ്റിംഗ് ഒക്കെ ആയിരുന്നു മെയിനായിട്ടുള്ള പരിപാടി. എന്താ പറയുക, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. പ്രോപ്പറായിട്ടുള്ളൊരു പുതിയ ഡ്രസ്സ് പോലും കയ്യിലുണ്ടായിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട്. അനിയനും പിന്നെ ഈ ചേട്ടനും ഓരോ ജോഡി ഡ്രസ്സുകളേ ഉണ്ടായിരുന്നുള്ളൂ, അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇടുകയെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ കടത്തിൻ്റെ ബാധ്യത ഞങ്ങൾക്ക് ഭയങ്കര വലുതായിരുന്നു. അപ്പം എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം, ബാങ്കിന് കൃത്യമായിട്ട് പലിശ വിധം അടച്ചില്ലെങ്കിൽ നമ്മുടെ ഇത് പോകും. അപ്പം ശരിക്കും എൻ്റെ അമ്മയും അച്ഛനും പണിയെടുക്കുന്ന പൈസ മൊത്തം അതിലോട്ട് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, വൈകുന്നേരം 6 മണി കഴിയുമ്പം കുറച്ച് ഇരുട്ട് താന്നു കഴിയുമ്പം എൻ്റെ അമ്മച്ചി ഒരു ചെറിയൊരു കിണ്ണം പോലത്തെ ഒരു പാത്രം എടുത്തിട്ട് പോയിട്ട് അയലൊക്കത്തി വയ്ക്കും. ഞങ്ങൾക്ക് അടുത്ത ആഴ്ച ഇന്നൊന്നും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആർക്കും ഉണ്ടെന്ന് തോന്നില്ല. പറയും ഞാൻ അടുത്ത ആഴ്ച ഈ അരി റേഷൻ കിട്ടുമ്പോൾ തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ പോയി 2 ഗ്ലാസ് അരിക്ക് പോകുന്ന ഞാൻ ഒരുപാട് ഇത് കണ്ടിട്ടുണ്ട്. അപ്പം ആ അവസ്ഥ നിൽക്കുന്ന ഒരാൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം, എനിക്കൊരു ഡ്രസ്സ് എടുത്ത് തരാൻ എന്തായാലും സഹായിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകാൻ ഓരോ ബ്ലാക്ക് പാൻറ്റും ഒരു വൈറ്റ് ഷർട്ടും ഉള്ളത്. അപ്പം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ പണിക്ക് പോകുന്ന വീട്ടിൽ പോയിട്ട് ചോദിക്കും, നിങ്ങളുടെ പഴയ മക്കളുടെ പഴയത് ഡ്രസ്സ്. അപ്പം അവരുടെ അടുത്ത് മേടിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് തുന്നും. അപ്പോൾ എന്താ വെച്ചാൽ അവരുടെ സൈസ് ഞങ്ങളുടെ സൈസ് ആകത്തില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അമ്മ തന്നെ അതിനെ ചുരുട്ടി പിടിക്കും ഉള്ളിൽ നിന്ന്, എന്നിട്ട് ഈ റൗണ്ടായിട്ട് തുന്നും. ഇങ്ങനെ ജസ്റ്റ് കുത്തി വലിച്ചിട്ട് തുന്നും. അപ്പം ഇതെന്നാന്ന് വെച്ചാൽ ഈ കാണാൻ അറിയാം, ഇത് കുറച്ച് ഇട്ട് കഴിയുമ്പോഴത്തേന് ഈ സാധനം അങ്ങ് വലിയും. കാരണം ഇത് ടൈറ്റ് അല്ല, പൊട്ടത്തില്ല. ഇതിങ്ങനെ വലിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം ഈ നൂലിങ്ങനെ ഇഴയായിട്ട് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്ന കാണാം. അപ്പം നമ്മൾ ഇത് ഇട്ടുകൊണ്ടാണ് പോവുക. അപ്പോൾ ഈ ബുധനാഴ്ച എന്ന് പറയുന്നൊരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ആകരുതേന്ന് ആഗ്രഹിച്ചിട്ടുള്ളൊരു ദിവസമാണ്. കാരണം എന്ന് വെച്ചാൽ ആ ദിവസം കളർ ഡ്രസ്സ് ഇടണം. പക്ഷേ എനിക്കും എൻ്റെ അനിയനും കളർ ഡ്രസ്സില്ല. അപ്പം ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. അപ്പം ഈ ബുധനാഴ്ച ഞാനിടും, അടുത്ത ബുധനാഴ്ച അവനിടും.
പക്ഷേ ഇത് കണ്ടു കഴിയുമ്പോഴത്തേനും ഒരു മാസം കഴിയുമ്പോഴത്തേനും എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഇത് തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കളിയാക്കപ്പെടുന്നത് സ്കൂളുകളിലാണ്. കാരണം നമുക്കൊരു സാധനങ്ങളില്ലെങ്കിൽ. അപ്പം ഞങ്ങളുടെ ഈ പാൻറ്റൊക്കെ എല്ലാ കൊല്ലവും ഞങ്ങൾ സ്ഥിരമായിട്ട് അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ട് എന്നാ വെച്ചാൽ ഇത് എല്ലാ ദിവസവും ഈ പാൻറ്റ് തന്നെ ഇടുന്നത്. പാൻറ്റ് ഞങ്ങൾക്ക് വേറെയില്ല, അത് ബുധനാഴ്ച ഈ കറുത്ത പാൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ഇരുന്നിരുന്നിട്ട് ഈ ബാക്ക് കീറാൻ തുടങ്ങി. ഏറ്റവും ആദ്യം കീറുക അതിൻ്റെ ബാക്കാണ്, ഇങ്ങനെ പിഞ്ചി പോകാമെന്ന് പറയും. അന്നേരം എൻ്റെ അമ്മ ഇത് വീണ്ടും പിടിച്ചിട്ട് ഈ നൂലിട്ടിട്ടൊക്കെ ഇട്ട് അപ്പോൾ ഇങ്ങനെ ഈ വലിഞ്ഞ് നിൽക്കും, അത് കാണാൻ നോക്കും. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നതിന് വെച്ചാൽ ഈ വെയിറ്റിംഗ് ഷെഡിൻ്റെ ഇതിന് പോയിട്ട് ചാരി നിൽക്കും. കാരണം വെച്ചാൽ മറ്റുള്ളവർ കാണുമെന്ന് നമുക്കറിയാം, പക്ഷേ എന്നാലും അത്രയും അധികം കാണില്ലല്ലോ. പിന്നെ സ്കൂളിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെയർ കേസ് ഇറങ്ങുന്നതിൻ്റെ അടിയിലാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ നിൽക്കുക. കാരണം ഈ വെട്ടമുള്ളിടത്തോട്ട് അധികം പോയി കഴിഞ്ഞാൽ ഇത് കാണും. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഇന്നും എനിക്ക് ഡ്രസ്സിനോട് ഭയങ്കര ആർത്തിയാണ്, അത് അങ്ങനെ വേണമെങ്കിൽ പറയാം. അതായത് ചെറുപ്പത്തിൽ നമ്മൾ ആഗ്രഹിച്ച ഡ്രസ്സുകളൊന്നും നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇന്നും എനിക്കൊരു ഡ്രസ്സ്, ഞാനൊരു 10 ഡ്രസ്സ് മേടിച്ചിറങ്ങുമ്പോഴും ഒരു അടുത്ത ഡ്രസ്സ് കാണുമ്പോൾ എനിക്ക് അതിനോട് ഭയങ്കര കൊതിയാണ്. കാരണം അത്രയധികം കൊതിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ലോങ് സ്ലീവ് ഷർട്ട് ഇടുക എന്നുള്ളത്. ഇന്ന് എൻ്റെ നോക്കി കാണാം, എൻ്റെ ഏറ്റവും കൂടുതൽ ഡ്രസ്സുകൾ ഫുൾ കൈ ഉള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് മീറ്റർ കൂടുതൽ വേണം, ആ തുണി മേടിച്ചടിക്കാൻ വേണ്ടി. അപ്പം അത്രയും മീറ്റർ തുണി, അന്ന് എനിക്ക് തോന്നുന്നു 2.5 മീറ്ററാണെന്ന് തോന്നുന്നു ഒരു ലോങ് സ്ലീവ് ഷർട്ട് അടിക്കാൻ വേണ്ടി. അപ്പം അത് മേടിക്കാനില്ല. അപ്പം ഈ 1.25 മേടിക്കുക. അപ്പം എന്നും ഹാഫ് കൈ ആണ്. അപ്പോൾ ഫുൾ കൈ ഷർട്ട് ഇടുക എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വപ്നങ്ങളിൽ ആയിരുന്നു. അത് ഇന്ന് ഞാൻ അത് എനിക്കും അതാണ് പറയുന്നത്, ചെറുപ്പത്തിലെ കുറേ ആഗ്രഹങ്ങൾ നമ്മുടെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അതിലൊന്നാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ളൊരു പീരീഡൊക്കെ കഴിഞ്ഞ് പോയതുകൊണ്ട് ഇപ്പോൾ ഒന്നും ഏശുന്നുണ്ടാവില്ല അല്ലേ? ആരെന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ നേരത്തെ കണ്ടു കഴിഞ്ഞ് വന്ന സീനാണ് എന്നുള്ള രീതിയിലൊരു ഇതുണ്ടാവും അല്ലേ? അതായത് പേടിയില്ല, ഒന്നിനും ഭയമില്ല, അത് സത്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുന്നൊരു സ്ഥലമെന്ന് പറയുന്നത് അതിലൊരു 0 എന്ന് പറയുന്നൊരവസ്ഥയിലേക്കാണ്. അതിനേക്കാളും വലിയൊരു അവസ്ഥ ഞാൻ നേരിട്ടതിനേക്കാളും വലിയൊരു അവസ്ഥ എനിക്ക് എന്തായാലും ഇനി വരത്തില്ല. കാരണം എനിക്കൊരു പണി അറിയാം, ഞാനത് റോഡ് സൈഡിൽ നിന്നൊരു പണിയെടുത്താൽ കൂടി എനിക്ക് ആ അവസ്ഥയിൽ എത്തേണ്ടി വരത്തില്ല എന്നുള്ളൊരു ധൈര്യം ഉള്ളതുകൊണ്ട് എനിക്കൊന്നിനും പേടിയില്ല. ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഫീൽഡിലേക്കൊക്കെ പോകുമ്പോൾ ഈ ഇംഗ്ലീഷ് ഹിന്ദി എന്ന് പറയുന്ന ലാംഗ്വേജ് ഈ ഒരു ഫീൽഡിലേക്ക്, അല്ലെങ്കിൽ ലാംഗ്വേജ് ഇംഗ്ലീഷൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട ഒരു ഫീൽഡൊക്കെ തന്നെയായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു നമ്മളെ തന്നെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്നത്? കാരണം നമ്മൾ ചിലപ്പോൾ ആ ഒരു ഫീൽഡിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളുടെ പോസ്ചേഴ്സ്, നമ്മളുടെ പെരുമാറ്റം, നമ്മളുടെ രീതികളൊക്കെ തന്നെയും അതിനനുസരിച്ച് മാറ്റിക്കൊണ്ടുവരണം. അപ്പോൾ അതൊക്കെ എങ്ങനെയായിരുന്നു, സ്വയം എങ്ങനെയായിരുന്നു ഇങ്ങനെ മോൾഡ് ചെയ്ത് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ആദ്യം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാഷ എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ മേലെ നിൽക്കുന്നൊരു സാധനം ഉണ്ട് എന്നെനിക്ക് മനസ്സിലായത് ഞാൻ ഈ ഇൻഡസ്ട്രിയിലെത്തിയതിന് ശേഷമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ സീക്രട്ട് ഒന്നേ ഉള്ളൂ. നിങ്ങൾ മരിച്ച് പണിയെടുക്കാൻ റെഡിയാണെങ്കിൽ ഈ ഭാഷയൊന്നും ഒരു മുതലാളിയും നോക്കത്തില്ല ഒരു പരിധിക്ക് മേലെ. കാരണം അവർക്ക് എന്താ വേണ്ടേ, അവർക്ക് പ്രൊഡക്റ്റീവായിരിക്കണം. അപ്പോൾ ആ പ്രൊഡക്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അവർ ഭാഷയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയാവും. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നൊരു സംഭവം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ലീല പാലസ് എന്ന് പറയുന്ന ബാംഗ്ലൂരിൻ്റെ പ്രോപ്പർട്ടി കണ്ടിട്ടാണ് എനിക്കത് ആദ്യമായിട്ടുണ്ടാകുന്നത്. ഓക്കെ, ഞാനൊരു ഏറ്റവും ആദ്യത്തെ പ്രണയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് തന്നെയാണ്. കാരണം ആ ഒരു പ്രോപ്പർട്ടീനെ ഞാൻ ബാംഗ്ലൂർ വേറൊരു പ്രോപ്പർട്ടി വർക്ക് ചെയ്യുമ്പം ലീല പാലസിനെ കാണാൻ വേണ്ടി എല്ലാ ഓഫ് ഡേയ്സിലും ഞാൻ പോകും. രാവിലെ പോയി ഒരു 10 മണിക്ക് അവിടെ ഇരുന്നിട്ട് വൈകുന്നേരം 6 മണി നമ്മൾ തിരിച്ചു വരിക. അതിന് ചുറ്റും നടന്ന് കണ്ടു. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവിടെ അതിൻ്റെ ഉള്ളിൽ കയറ്റണമെങ്കിൽ നമുക്ക് ഹയർ സ്റ്റഡി വേണം. ഏകദേശം IHM BHM. ഞാൻ പഠിച്ചത് ക്രാഫ്റ്റ് കോഴ്സ്. എനിക്ക് ഒരിക്കലും എത്തിച്ചേരാൻ പറ്റില്ല അതിൻ്റെ അകത്ത്. പക്ഷേ ഞാൻ ഇതിനെ എന്നും പോയി കാണാം. അവിടെ വെച്ച് ഇഷ്ടപ്പെട്ടൊരു ഷെഫാണ്, അവിടെ പരിചയപ്പെട്ടൊരു ഷെഫാണ് എന്നെ അതിൻ്റെ ഉള്ളിലോട്ട് വഴിയൊരുക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ഞാൻ ഭാഷയുടെ ഏറ്റവും വലിയ ഒരാവശ്യം മനസ്സിലാക്കുന്നത്. ഞാൻ അതിനുള്ളിലെത്തി. അവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫ് ജർമ്മൻകാരൻ. എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് തരി അറിയില്ല, മലയാളം അല്ലാണ്ട് ഒരു ഭാഷ അറിയത്തില്ലാണ്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂവിന് അവിടെ ഫുഡ് ട്രയൽ നടന്നു. എൻ്റെ പ്രസൻറ്റേഷൻ നല്ല ഭംഗിയുള്ളതായിരുന്നു. പക്ഷേ ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നെനിക്കറിയില്ല. അങ്ങനെ എന്നെ അവർ 6 പേരുണ്ട്. അവിടെ 6 പേര് ഒരു പൊസിഷനാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു പൊസിഷന് വേണ്ടി 6 പേര് അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് അവരെല്ലാം IHM ആന്ധ്രയിൽ പഠിച്ചിട്ട് വന്നിട്ട് ഒരു സെമസ്റ്ററിന് 4 ലക്ഷം രൂപ കൊടുത്ത് പഠിക്കുന്നവരാണ്. അപ്പോൾ അതിൽ ഞാനും ഉണ്ട്. അപ്പം എനിക്ക് അത്താരത്തോടുകൂടെക്കാരൻ ഫുള്ള് ഗുസ്തിയായിട്ടാണ് നമ്മളവിടെ ചെല്ലുന്നത്. അപ്പം അവിടെ വെച്ചു ഈ ജർമ്മൻ എക്സിക്യൂട്ടീവ് ഷെഫ് റിഡോൾഫ് എച്ചല എന്ന് പറയുന്നത് പുള്ളി ഇപ്പോൾ എമിറേറ്റ്സിൻ്റെ കോർപ്പറേറ്റ് ഷെഫാണ്. അപ്പം പുള്ളി വന്നു,
ഇവർ ഓരോരുത്തരോട് ചോദ്യം തുടങ്ങി. ഇവർ ഇംഗ്ലീഷ് മാത്രം കഴിച്ച് വളർന്ന കുട്ടികളെ പോലെയാണ് ഇവർ സംസാരിക്കുന്നത്. എൻ്റെ മുമ്പിൽ നിന്ന് വന്നിട്ട് പുള്ളി 3 ക്വസ്റ്റ്യൻ ചോദിച്ചു. ഈ 3 ക്വസ്റ്റ്യൻ എന്താണെന്ന് ഇന്നും എനിക്കറിയില്ല. ഓക്കെ, എല്ലാത്തിനും നമ്മൾ തലയാട്ടി ഇല്ല, ഞാൻ ശരിക്കും പകച്ചു നിൽക്കുവാണ്. ഇതെൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം ഭാഷ അറിയത്തില്ല, അതിന് എന്തെടുത്തിട്ട് പറ്റിയിട്ടും കാര്യമില്ല. ഓഫ് ഡേയ്സ് കിട്ടുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കുന്ന സ്ഥാപനത്തിന്റെ ഉള്ളിൽ കയറാൻ പറ്റിയ കയറി അവസരം എല്ലാ അവസരം കിട്ടി, അവസാന ചാൻസിൽ നിൽക്കുക. അപ്പം അവിടെ എനിക്കൊരു അടുത്ത ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഒരു തമിഴ്നാട്ടുകാരനൊരു ഷെഫ് വന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ നിനക്ക് എന്ത് ലാംഗ്വേജ് തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ മലയാളം അല്ലാണ്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, നീ മലയാളത്തിലേ സൊല്ല്, ഞാൻ പുള്ളിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളി, ഞാൻ മലയാളത്തിൽ പറയും, പുള്ളിക്ക് മനസ്സിലാകുന്നത് പുള്ളി ഇംഗ്ലീഷിൽ പുള്ളിക്ക് പറഞ്ഞു കൊടുക്കും. ലാസ്റ്റ് എന്നോട് ഈ പുള്ളി ചോദിച്ചു ഇവൻ എന്ത് പൊസിഷനാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് ഏത് പൊസിഷനാണ് വേണ്ടതെന്നാണ് ചോദിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പം എനിക്കറിയാം ഇത്രയും, കാരണം ഇവർ 5-6 പേര് അവിടെ നിൽക്കുന്നു, എൻ്റെ അവസ്ഥ ഇത്, ഇംഗ്ലീഷ് കയ്യിലില്ല. അപ്പം ഏകദേശം 90% കയ്യിൽ നിന്ന് പോയി. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്കൊരു ആഗ്രഹമാണ് ഒരു സംഭവത്തിലൂടെ എത്തണം. അതിന് ഞാൻ എന്തും കോംപ്രമൈസ് ചെയ്യാൻ റെഡിയാണ്. ഞാൻ നേരെ എന്ത് കാണിച്ചു, എൻ്റെ നിലവിലെ ജോബിനെ ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ വെച്ചു. അപ്പം ഞാൻ ഈ വർക്ക് ചെയ്യുമ്പോൾ കാണാം തൊട്ടടുത്ത വാഷ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അതെനിക്ക് ഓൾറെഡി പരിചയമുള്ളൊരു ഏരിയ, ഏത് വാഷിങ്. ഞാൻ പുള്ളിയോട് പറഞ്ഞു, സാർ നിങ്ങളുടെ സ്റ്റാൻഡേർഡിനും ഇതിന് ഞാൻ യോഗ്യനല്ല എന്ന് എനിക്കറിയാം. എനിക്കൊരു പണി ചെയ്യുക, ഈ വാഷിങ്ങിൽ ജോലി താ, ഞാൻ ഇവിടെ പണിയെടുത്തിട്ട് ആ ജോലിയുടെ ടൈം കഴിഞ്ഞിട്ട് ഞാൻ ഈ കിച്ചണിനുള്ളിൽ വന്നിട്ട് ഇവിടെ നിന്ന് പണി പഠിക്കാം. എന്നാണോ നിങ്ങളുടെ സ്റ്റാൻഡേർഡിനാകുന്നത് അന്ന് എന്നെ അതിലേക്ക് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അത് പുള്ളി അതുപോലെ പുള്ളിയോട് പറഞ്ഞു കൊടുത്തു. അത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി എന്നെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒന്ന് പുറത്ത് തട്ടി. എന്നോട് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, തട്ടി അത് പുള്ളി പോയി. അപ്പോൾ ഈ പുള്ളി എന്നോട് പറഞ്ഞു, നീ ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു, ഈ തമിഴ്നാട്ടുകാരൻ ഷെഫ്. അപ്പം ഒരു ഷെഫ് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, നിനക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ്? അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞാൽ ഇവിടെ ജോലി കിട്ടിയെന്നാണ്. എൻ്റെ ലൈഫിൽ ഏറ്റവും ഭംഗിയുള്ള കാഴ്ച കണ്ടത് എന്താണെന്നറിയോ? അത് കഴിഞ്ഞിട്ട് എന്നെ HR കൊണ്ടുപോയിട്ട് അവർ പറഞ്ഞു, നാട്ടിൽ പോയിട്ട് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. ഞാൻ അന്ന് ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂർക്ക് വന്ന യാത്ര അത്രയും ഭംഗിയുള്ളൊരു കാഴ്ച എനിക്ക് കണ്ണൊക്കെ നിറയുന്ന ഇതൊക്കെ കേട്ടിട്ട് സത്യം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ലോകത്തിൽ അന്റാർട്ടിക്ക അടക്കം പോകാത്ത ഒരുവിധപ്പെട്ട ഏകദേശം 70% കൺട്രീസ് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ഇതുവരെ. പക്ഷേ ഒരിടത്തും ഞാൻ ഇത്രയും മനോഹരമായൊരു കാഴ്ച ഉണ്ടാകും. കാരണം ആ യാത്രകളിലെല്ലാം എന്തെങ്കിലും ഒരു ടെൻഷൻ എന്തെങ്കിലും ഉണ്ടാവും. പക്ഷേ ഇതെല്ലാം ലോകത്തിൽ ഏറ്റവും ഹാപ്പി ആയിട്ടൊരു മൊമെൻറ്റിൽ നമ്മൾ കാണുന്ന എല്ലാ കാഴ്ചകൾക്കും ഭയങ്കര ഭംഗി. അതാണ് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളത്. എന്നോട് എന്ന് ചോദിച്ചാലും ഞാൻ പറയും ഏറ്റവും ഭംഗിയുള്ള കാഴ്ച ഏതാണെന്ന് ചോദിച്ചാൽ ബാംഗ്ലൂർ ടു കണ്ണൂരാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ആ ദിവസം നടന്ന ആ യാത്ര ആയതുകൊണ്ട്. ഭാഷ അറിയാത്ത ഒരാൾ നമ്മളെ കെട്ടിപ്പിടിച്ച് തൊള്ളു തട്ടിയിട്ടുള്ളൊരു ദിവസമാണ്, അതൊരിക്കലും മറക്കാൻ പറ്റില്ല. അതെ, അതായത് നമ്മൾ സ്വപ്നം കണ്ട് ഒരു 8-10 വർഷം പുറകെ നടന്നൊരു പെണ്ണ് അവസാനം നമ്മളോട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു ഫീലാണെന്ന് കിട്ടിയത്. കാരണം ആ സ്വപ്നം കണ്ട് ആ ലീല പാലസാണ് എന്നെ ഞാനാക്കുന്നത്. അവിടുന്ന് ഹയർ സ്റ്റഡിക്ക് എന്നെ അവിടുന്ന് സെലക്ട് ചെയ്യുന്നു. അങ്ങനെ 2011 25 യങ് ഷെഫ്, ഫ്യൂച്ചറിലെ ബെസ്റ്റ് ഷെഫാകാൻ സാധ്യതയുള്ള 25 പേരിൽ ഞാൻ സെലക്റ്റായി ഇന്ത്യയിൽ. പിന്നെ അവിടുന്ന് എനിക്ക് USA ഒരു ഇൻ്റർവ്യൂ വരുന്നു. അതും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിലും എനിക്ക് അടുത്ത ലക്ക് സംഭവിക്കുന്നത്, അത് 6 പേർക്കായിരുന്നു അവിടെ ഇതുണ്ടായിരുന്നുള്ളൂ. 6 പേർക്കാണ് അവിടെ സെലക്ഷന് ഇതുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഏകദേശം 3000 പേര് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതിലും ചെല്ലുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് എൻ്റെ ഒരു വലിയ പ്രശ്നമായിരുന്നു. കാരണം അതും ഞാനും തമ്മിൽ ഒരു കാരണവശാലും അടുത്തു പോകുന്നില്ല, പരസ്പരം അടുക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, ഈ മോട്ടറില്ലാണ്ട് പോകുന്ന തോണി പോലെയാണ്. കാരണം ഞാനൊരു വിധത്തിൽ തുഴഞ്ഞ് പോവുകയാണ്. അപ്പം അതുമായിട്ട് എനിക്ക് സെറ്റാകുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ എത്തി. അങ്ങനെ ഇൻ്റർവ്യൂ സ്റ്റാർട്ടായി. എനിക്ക് മനസ്സിലായി ഫസ്റ്റ് റൗണ്ട് ഞാൻ ഔട്ടാവുമെന്ന് തോന്നുന്ന നിമിഷത്തിൽ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മാഗസീനുണ്ട്. ആ മാഗസീൻ്റെ എൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ, ആ മാഗസീൻ്റെ സെൻറ്റർ പേജിൽ 25 ബെസ്റ്റ് ഷെഫുമാർക്കുള്ള ഇത് സെലക്റ്റായി. എൻ്റെ സെൻറ്റർ പേജിൽ ഒരു പിക്ചർ വന്നതിൽ എൻ്റെ പിക്ചറുണ്ട്, ഞാൻ ചെയ്ത ഡിഷിൻ്റെ പിക്ചറുണ്ട് ആ സെൻറ്റർ പേജിൽ. അതൊരു ഇംഗ്ലീഷ് മാഗസീനാണ്. ഞാൻ എല്ലാം പോയി എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഇതെടുത്ത് പുള്ളിയുടെ മുമ്പിൽ തുറന്നു വെച്ച് കൊടുത്തു, സാർ ഇത് വായിച്ചോളൂ. അത് വായിച്ചിട്ട് അതിൽ എഴുതി വെച്ചിരുന്നത് വളരെ നന്നായിട്ടായിരുന്നു. പുള്ളി എന്നോട് അത് മടക്കി വെച്ച് പറഞ്ഞു, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 200ഓളം പേര് ഷോർട്ട് ലിസ്റ്റ് ആയ ഒരു ഇതിലേക്ക് ഫുഡ് ട്രയലിന് സെലക്റ്റായി. അപ്പോൾ എനിക്കറിയാം അതിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കയറും എന്ന് എനിക്കൊരു കോൺഫിഡൻ്റ് ആയി. അപ്പോൾ തിരിച്ച് വീണ്ടും നമ്മൾ പവറായി. അങ്ങനെ ഇത് നടക്കുമ്പം അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ
നമുക്ക് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നില്ല, ദൈവത്തിൻ്റെ പാതി ദൈവം കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടാവും. സിജോന് ഞാനിവിടെ ചെറിയൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. അതായത് ഒരാൾക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്, അത് സിജോ കേൾക്കണം. ഓക്കെ, എന്നിട്ട് അതിനൊരു ഉത്തരം പറയണം. ഓക്കെ. സിജോനുള്ളൊരു ചെറിയൊരു കുഞ്ഞ് സർപ്രൈസാണ്. അപ്പം ഇത് ആരാണ് എന്നുള്ളത് സിജോ കേട്ടിട്ട് പറയാം. ഓക്കെ, ചോദ്യത്തിനുള്ള ഉത്തരം പറയണം. ഹലോ സിജോ, ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടിട്ടാണ്. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞിട്ട് വീണ്ടും നാട്ടിൽ വരുന്നു, വീണ്ടും വിളിക്കുന്നു, എന്നോടൊപ്പം ജോലിക്ക് കയറുന്നു. കഴിഞ്ഞ 2-3 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ഏറ്റവും അടുത്ത് ഒരു ഫാമിലി മെമ്പറിൻ്റെ കണക്ക് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത ഒരാളാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തു, ഒരുപാട് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. നീ എൻ്റെ ഇത് എന്താണ് പഠിച്ചത്? അതൊന്ന് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്താണ് പഠിച്ചത്? ആരാണ് ഈ ഒരു ചോദ്യം ചോദിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതെനിക്ക് ഒറ്റ വാക്കി പറയാൻ പറ്റുന്നൊരു ഉത്തരമല്ല. ഇന്ന് ഞാൻ കാണുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് എല്ലാം ആ ഒരു വ്യക്തി എന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. ഞാനൊരു ഷെഫ് മാത്രമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇമോഷണലി ഭയങ്കര ഇതുണ്ട്. കാരണം ഞാനൊരു ഷെഫ് മാത്രമായിട്ടാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വളർന്നു വന്നത്. ആ വ്യക്തി എനിക്ക് പോലും അറിയത്തില്ലാത്ത എൻ്റെ എല്ലാ കഴിവിനെ കണ്ട ഒരാളാണ്. ഞാൻ ഇൻഡസ്ട്രിയിൽ വരുന്നു, ഷെഫായിട്ട് വളർന്നു, ഞാൻ തിരിച്ച് ഷെഫ് പറഞ്ഞ പോലെ ഷെഫിലേക്ക് എത്തുന്നു. എന്നോട് പറഞ്ഞു നീ ഇനി കുക്ക് ചെയ്യരുതെന്ന് പറഞ്ഞു. ശരിക്കും ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഷെഫ്, ഞാൻ ചോദിച്ചു ഞാൻ കുക്കല്ലാണ്ട് എന്ത് ചെയ്യും, ഞാനത് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. എന്നോട് പറഞ്ഞു അതല്ല, നീ പ്രൊജക്റ്റ് ചെയ്യണം, അത് പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പം എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ ആ പ്രൊജക്റ്റിലോട്ട് പോന്നു. ആ പ്രൊജക്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചു. എന്നോട് പറഞ്ഞ് പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചെയ്തത് മാത്രം ചെയ്തുകൊണ്ടിരിക്കാണ്ട് നമ്മൾ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോഴാണ് ഏറ്റവും നോളജുള്ള ഒരാളായി മാറുക. ഞാനെന്ന് പറയുന്നൊരു വ്യക്തി ഏറ്റവും ക്ഷിപ്രകോപിയായിരുന്ന ഒരു വ്യക്തിയാണ്. വളരെ അഗ്രസീവും വളരെ പെട്ടെന്ന് കോപിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് എന്നെ ഇന്ന് ഏറ്റവും കൂളായൊരു മനുഷ്യനെ പഠിപ്പിച്ചത്. ഒരു ജീവിതത്തിൽ ഒന്നും ആകാത്ത ഒരു വ്യക്തിക്ക് എന്തുമായി തീരാം എന്ന് എന്നെ പഠിപ്പിച്ച റോൾ മോഡൽ ഷെപ്പിള്ള എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. എല്ലാ വ്യക്തികളെയും എങ്ങനെ ആണ് ഒരേപോലെ കാണാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഒരേപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് എന്നെ പഠിപ്പിച്ചതാണ്. ഞങ്ങൾക്ക് ഇന്ന് 750 സ്റ്റാഫിനുണ്ട്. അവർ ഒരാളെപ്പോലും ഒരു വേർതിരിവില്ലാണ്ട് കാണിക്കാൻ പഠിപ്പിച്ച വ്യക്തി പുള്ളിയാണ്. ഒരാൾക്കും പാർഷ്യാലിറ്റി ചെയ്യാണ്ട് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ കൺസിഡർ ചെയ്യണം എന്നത്, നമ്മുടെ മുമ്പിൽ വന്ന് കൈനീട്ടുന്ന എല്ലാവരെയും സഹായിക്കണമെന്ന് പഠിപ്പിച്ചത് വ്യക്തിയാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പഠിച്ചതെന്ന് ചോദിച്ചാൽ, ഇന്ന് ഞാൻ കാണുന്ന ഞാൻ ചിലപ്പം എൻ്റെ ക്യാരക്ടർ എല്ലാം ആ ഒരു വ്യക്തിയുടെ കോപ്പിയാണ് ശരിക്കും. അതിനേക്കാളും കൂടുതൽ അത് ഒരു ചെറിയൊരു ഇൻ്റർവ്യൂവിൽ തീർക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഞാനിന്ന് കാണുന്നതെല്ലാം ഞാൻ ഉണ്ടാക്കുന്നതും എന്നെ എങ്ങനെ ലൈഫിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും എന്നെ ലൈഫിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നും എന്നെ എങ്ങനെ ഒരു സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യണമെന്നും ഇന്ന് കാണുന്ന ഈ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്നും എങ്ങനെ സംസാരിക്കണമെന്നും ഏത് മോഡുലേഷനിൽ സംസാരിക്കണമെന്നും ഒക്കെ പഠിപ്പിച്ച വ്യക്തി ഈ ഒരാളാണ്. ഓരോ ദിവസവും എന്നെ ഓരോന്നും പഠിപ്പിക്കുന്ന ഒരാളാണ്. ഞാൻ എങ്ങനെയാണതൊരു ഞാൻ പറഞ്ഞു തീർക്കാമെന്ന് എനിക്കറിയില്ല, എന്നെക്കൊണ്ട് പറ്റില്ല അത് ചെറിയൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു തീർക്കാൻ. അതിൽ ചിലപ്പോൾ എൻ്റെ ലൈഫ് തന്നെയാണ് അതിനുള്ള ഉത്തരം ആ ഷെഫിന് കൊടുക്കാനുള്ളൂ. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ മരണം വരെ ആ മനുഷ്യന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരിക്കണമെന്നും എനിക്കുണ്ടാകേണ്ടതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഞാൻ കണ്ടതിൽ എൻ്റെ ബ്രദറായിട്ടോ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തോ ഒക്കെ കാണുന്ന ഒരാളാണ്. എനിക്ക് അത്രയും ഇഷ്ടവും സ്നേഹമുള്ള ഒരാളാണ്. പണ്ട് 800 മാരുതി 800 മേടിക്കണം എന്നുള്ളൊരു സ്വപ്നമായിരുന്നല്ലോ ചേട്ടനും അനിയനും ഉണ്ടായിരുന്നത് അല്ലേ? പിന്നെ ഇപ്പൊ ഏതാ കയ്യിലുള്ളത്? ഇപ്പം ഹാരിയറിന്റെ ഒരു ടോപ്പ് എൻഡ് ആണ്. അപ്പോൾ ആ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു അതിഗംഭീര ഗ്രോത്ത് ആണ്. സോ അമ്മയ്ക്കും അച്ഛനും പിന്നെ അനിയനും മീൻസ് ഫാമിലിക്ക് വേണ്ടിയിട്ടും തനിക്ക് വേണ്ടിയിട്ടും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ആൻഡ് ആ ഒരു കുട്ടിയിൽ നിന്നും, അതായത് സിജോ എന്ന് പറഞ്ഞ കുട്ടിയിലേക്ക് തിരിച്ചു നോക്കുന്ന സമയത്ത് എന്താണ് ആ കുട്ടീനോട് ഇപ്പോൾ സിജോയ്ക്ക് പറയാനുള്ളത്? ആ കുട്ടിയോട് പറയാനുള്ളത് എനിക്ക് നന്ദി മാത്രമാണ്. കാരണം എന്നെ കഷ്ടപ്പെടാൻ പഠിപ്പിച്ചത്, ഒന്നിൽ നിന്നും പിന്തിരിയാൻ പഠിപ്പിക്കാണ്ടിരുന്നത്, നാണക്കേടുകൾ ഉണ്ടാവുമ്പം അതിൽ സങ്കടപ്പെടാണ്ട് ആ നാണക്കേടുകളെ വെച്ചുകൊണ്ട് തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പഠിപ്പിച്ചത്, പട്ടിണി കിടക്കാൻ പഠിപ്പിച്ചത്, എന്നെ ഒന്നും കയ്യിലില്ലായിരുന്ന സീറോ ആയിരുന്നൊരു വ്യക്തിനെ ജീവിക്കാൻ പ്രേരിപ്പിച്ചതൊക്കെ ആ സിജോയാണ്. ഇന്നത്തെ സിജോയ്ക്ക് വളരെ ഈസിയാണ് മുന്നോട്ട് ജീവിക്കാൻ. പക്ഷേ അന്നത്തെ സിജോയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ സിജോയോട് എനിക്കെന്നും ഭയങ്കര സങ്കടം തോന്നും. കാരണം അത് ഭയങ്കര കഷ്ടപ്പാട് നിറഞ്ഞൊരു സിജോ ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഞാൻ ചെന്നൈയിൽ ഞങ്ങൾക്ക് 500 രൂപയാണ് എനിക്ക് ഒരു മാസം പണിയെടുത്താൽ കിട്ടുക. അപ്പോൾ എനിക്ക് അക്കോമഡേഷൻ കൊടുത്ത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പൈസയില്ല. അപ്പോൾ 750 രൂപ അക്കോമഡേഷൻ കൊടുക്കണം. അപ്പോൾ അത് എൻ്റെ സാറുമാരാണ് തരുന്നത് 250 രൂപ. അപ്പം എനിക്ക് ഫുഡ് കഴിക്കാനില്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്നാ വെച്ചാൽ ഈ ഓഫ് ഡേയ്സിൽ ഞങ്ങൾക്ക് ഫുഡ് കിട്ടത്തില്ല. അപ്പോൾ എനിക്കും എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്.
അപ്പം ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ രാവിലെ മൊത്തം കിടന്നുറങ്ങും. ഇത് പലരിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ചെന്നൈയിൽ പോയുള്ളവർക്കൊക്കെ അവിടെ 2 രൂപയ്ക്ക് പാർലേജി ബിസ്ക്കറ്റ് കിട്ടും, 1 രൂപയ്ക്ക് വെള്ളവും കിട്ടും. അപ്പം ഞങ്ങൾ 5 മണി വരെ ഉറങ്ങും. 5 മണിക്ക് എഴുന്നേറ്റിട്ട് ഈ 2 രൂപയുടെ പാർലേജി ബിസ്ക്കറ്റും ഈ 1 രൂപയുടെ വെള്ളവും മേടിച്ച് ഞങ്ങൾ കുടിക്കും. കുടിച്ചിട്ട് നേരെ വന്ന് വീണ്ടും ഞങ്ങൾ കിടന്നുറങ്ങും. കാരണം പിറ്റേ ദിവസം ഞങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കിട്ടും. അപ്പോൾ ആ ഹോട്ടലിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞങ്ങളോട് ഓഫ് ഇല്ലയെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത് ഞങ്ങളായിരിക്കും. കാരണം വെച്ചാൽ അന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ദൂരം പോകണം ഈ അക്കോമഡേഷനിലേക്ക്. അപ്പോൾ 18-20 മണിക്കൂർ ജോലിയുണ്ട്. അപ്പം ഞങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റില്ല, കാരണം വണ്ടിക്കൂലി ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവിടെ ഒരു ബങ്കറുണ്ട് ഈ സ്റ്റാഫിന് വന്നിട്ട് വിശ്രമിക്കാനുള്ള. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ എപ്പോഴും ഒരേ സ്ട്രെച്ചിൽ കിടന്ന് നൈറ്റ് മൊത്തം അവിടെ കിടക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനും അവനും ബോബി, അവൻ UK സെറ്റിൽഡാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ബങ്കറിൽ കിടക്കും, പിന്നെ കുറച്ച് നേരം എഴുന്നിട്ടിട്ട് ഈ മൂലയ്ക്ക് ഇരിക്കും, ഞങ്ങൾ ഇരുന്നുറങ്ങും. അങ്ങനെ ഏകദേശം ഒരു 6 മാസം ഞങ്ങൾ അവിടെ കഴിച്ചു കൂട്ടിയത്. അപ്പം ആ സിജോ എന്ന് പറയുന്നത് ദൈവമാണ് എനിക്ക്. ഓക്കെ, എന്ത് തന്നെയായാലും സിജോയ്ക്ക് ഇനിയും ഒരുപാട് ഹൈറ്റ്സിൽ എത്താനായിട്ട് പറ്റട്ടെ. ഒരുപാട് സ്വപ്നം ഇപ്പോഴും ഉണ്ടാവും ഓരോന്ന് നേടാനായിട്ട്. അതൊക്കെ നേടിയെടുത്ത് അന്ന് എനിക്ക് വീണ്ടും ഇതുപോലെ സിജോ ആയിട്ട് സംസാരിക്കാനായിട്ടും നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർവ്യൂ അന്ന് എടുക്കാനായിട്ട് സാധിക്കട്ടെ സിജോ. താങ്ക് യു സോ മച്ച്. കാരണം എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവരും പറയും അയ്യോ എനിക്ക് അപ്രതീക്ഷിതമായി കിട്ടിയതാണ്. അങ്ങനെയല്ല, ഞാൻ ഇതിൻ്റെ മൂവിയുടെ ഇൻ്റർവ്യൂസും റീൽസും ഒക്കെ കാണുമ്പോൾ ഞാൻ ആയിരിക്കും ദൈവം എന്നാൽ എനിക്കൊരു ദിവസം അവിടെ ഇരിക്കാൻ പറ്റുക. പക്ഷേ എൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് അങ്ങനെ ആഗ്രഹിക്കുന്നു അതൊരു ദിവസം സംഭവിക്കുന്നുണ്ട്. അത് സംഭവിക്കുന്നതിന് ഓട്ടോമാറ്റിക്കലി സംഭവിക്കാറില്ല. ഞാൻ അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് ഇടാറുണ്ട്. എന്നെ ആളുകൾ അറിഞ്ഞു തുടങ്ങിയത് എൻ്റെ റീൽസാണ്. പക്ഷേ ഇന്നുവരെ ആർക്കും അറിയില്ല ഞാൻ എത്ര മണിക്കാണ് ആ റീൽസ് ചെയ്യുകയെന്ന്. ഞാൻ രാത്രി 3 മണി വരെ എന്നെ കോളിൽ അവൈലബിളാണ് എൻ്റെ സ്റ്റാഫിന്. അത് എവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാലും 3 മണി മുതൽ രാവിലെ 5 മണിക്കുള്ളിലാണ് ഞാൻ ഈ റീൽസ് ചെയ്യുന്നത്. 5 മണി കഴിഞ്ഞിട്ട് 5:30 ഞാൻ ആകുമ്പോഴത്തേന് എഡിറ്റ് ചെയ്ത് തീർത്ത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് ഈ 6 മണി മുതൽ രാവിലെ 9:30 വരെയാണ് ഞാൻ ഉറങ്ങുക ഈ റീൽസ് ചെയ്യുന്ന സമയത്ത്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ അതെനിക്ക് ഇന്ന് ആവശ്യമാണ്, കാരണം അത് ഞാൻ ചെയ്തേ പറ്റുള്ളൂ, അതെനിക്കെൻ്റെ ഇതാണ്. അപ്പം എല്ലാത്തിനും അതിൻ്റേതായ സ്ട്രഗിളുണ്ട് എന്നെനിക്ക് അറിയാം. ഞാൻ മറ്റുള്ളവരോടും പറയുന്നത്, ചിലർ എന്നോട് ആദ്യം ചോദിച്ചു, നമ്മൾ അവിടെ ഇരുന്ന സമയത്ത് എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് പലരും ഇതിൽ സക്സസ്ഫുൾ ആകാതെ ഉള്ളത്. ശരിക്കും എല്ലാവർക്കും ഒരേ റൂട്ടാണ് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത്. അവരെന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു പോയിൻറ്റിൽ അവർ മടുത്തു പോകും. മടുക്കാണ്ടിരുന്ന എല്ലാം സാധ്യമാണ്. അത് എനർജി നമ്മുടെ മൈൻഡിൻ്റെ സെറ്റാണ്. അത് നമ്മൾ എത്ര എനർജിക്കായിട്ട് വെക്കുന്നു അത് ഉറപ്പായിട്ട് നമ്മുടെ മുന്നിലോട്ട് വരും. അത് ഉറപ്പാണ്. സ്വപ്നം കാണുന്ന വഴികളൊന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ സിജോനെ പോലെയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കണം. എന്ത് തന്നെയായാലും സിജോ, താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് അസ്.